അങ്ങനെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകുമെന്ന് തന്നെയാണോ? അതെ, ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ക്യാബിന്റെ ഉള്ളിൽ അർജുൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം അജിത് പറയുകയുണ്ടായി കുടുംബം അങ്ങോട്ട് വരുന്നുണ്ട്. ആരൊക്കെയാണ്? ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു ശുഭവാർത്തയാണ്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും അന്വേഷിച്ച് ഉത്കണ്ഠയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന അർജുനൻ്റെ കാര്യത്തിൽ 1-2 ദിവസത്തിനകം തീർച്ചയായിട്ടും ഒരു തീരുമാനമാകും. അതുകൊണ്ടാണ് ഗോവയിൽ നിന്നെത്തിച്ച ഡ്രഡ്ജർ വഴി തിരയുമ്പോൾ തീർച്ചയായിട്ടും എവിടെയാണ് അർജുൻ്റെ ലോറിയും എവിടെയാണ് പെട്ട് കിടക്കുന്നതെങ്കിലും അതിൻ്റെ മണ്ണ് നീക്കി ആ ലോറി കൊണ്ടുവരാൻ കഴിയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പല ഘടകങ്ങളും ഇപ്പോൾ അനുകൂല ഘടകങ്ങളാണ്, പോസിറ്റീവ് സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ദൈവാനുഗ്രഹത്താൽ. അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കണം. കാരണം ഒരു വലിയ പ്രളയം പോലെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഈ അർജുൻ മണ്ണടിയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ കാലാവസ്ഥ തെളിഞ്ഞിരിക്കുന്നു. സാഹചര്യങ്ങളൊക്കെ വളരെ അനുകൂലമായ സാഹചര്യമാണുള്ളത്. ഇതുവരെയും ഡ്രഡ്ജർ എന്ന് പറയുന്നത് കിട്ടുകയും അത് കൊണ്ടുവരാനുള്ള അസാധ്യതയും ബുദ്ധിമുട്ടും വലുതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗോവയിൽ നിന്ന് ആ ഡ്രഡ്ജർ ഗംഗാവലിപ്പുഴയിൽ എത്തിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ശിരൂരിലെ ഗംഗാവലിപ്പുഴയിൽ തെരച്ചിൽ നടത്തുകയും അനുകൂല സാഹചര്യമുള്ളത് കൊണ്ട് കല്ലുകളും മണ്ണുകളും ലോറിക്കുമേൽ വന്നു മൂടിയിട്ടുള്ള കല്ലുകളും മണ്ണുകളും വളരെ എളുപ്പത്തിൽ മാറ്റി അർജുനെ തിരിച്ചു കൊണ്ടുവരാനാകും. ഒരുപക്ഷെ ജീവനോടെ തന്നെ കിട്ടുമാറാവട്ടെ. തീർച്ചയായിട്ടും ലോറിയിലെ ക്യാബിനകത്ത് സുരക്ഷിതമായിട്ടുണ്ടാകും എന്നു തന്നെയാണ് പ്രതീക്ഷ. അതല്ലെങ്കിൽ എന്തു തന്നെയായാലും 1-2 ദിവസത്തിനകം ഈ ലോറി കണ്ടെത്താനുള്ള ശുഭപ്രതീക്ഷ. അതോടൊപ്പം അതിൻ്റെ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് ഭരണകൂടവും ആർമിയും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്താൽ എല്ലാവരുടെയും പ്രാർത്ഥന തീർച്ചയായിട്ടും അർജുനന് അനുകൂലമായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അർജുനൻ്റെ യാതൊരു പ്രയാസവും കൂടാതെ അർജുനനെ കിട്ടുമെന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ദൈവത്തിന് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ സർവശക്തനായ കർത്താവായ അള്ളാഹു, ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരനോട് ഈ മനുഷ്യരെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് അർജുനൻ്റെ കാര്യത്തിൽ അവർ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം പറഞ്ഞത് തന്നെ, പ്രവാചകന്മാർ പറഞ്ഞത് തന്നെ, അദ്ദുഹാഉ ശിലാഉൽ മുഅ്മിൻ എന്നാണ്. വിശ്വാസിക്ക് ആയുധം യഥാർത്ഥത്തിൽ അവരുടെ പ്രാർത്ഥനയാണ്. അതുപോലെ കരുത്തുള്ള മറ്റൊന്നും തന്നെ ലോകത്തില്ല. അതുകൊണ്ട് തന്നെ അദ്ദുഹാഉ മഖുൽ ഇബാദ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവം മനുഷ്യന്മാരെ അവൻ്റെ കൈകൾ കട്ടി നീക്കുന്നതിൽ അതാണ് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുമെന്ന് പറഞ്ഞെടുത്ത് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും മനുഷ്യൻ അവൻ്റെ പ്രശ്നങ്ങൾ അവനോട് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കൈകൾ തട്ടി നീക്കുക എന്നത് ആ ദൈവത്തിൻ്റെ പരിശുദ്ധതയ്ക്ക്, മാന്യതയ്ക്ക് ചേർന്നതല്ല. തീർച്ചയായിട്ടും അവൻ അതിൽ ലജ്ജിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അർജുനനെ കിട്ടും. അപ്പം ഞാൻ പറയുന്നത്, അർജുനനെ ജീവനോടെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ എങ്ങനെ കുറ്റം പറയാം? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ചില പ്രശ്നങ്ങളും, കാരണം ആദ്യഘട്ടം മുതൽ തന്നെ തെരച്ചിൽ ഉണ്ടായിട്ടുള്ള എന്താ പറയുക അടിസ്ഥാനപരമല്ലാത്ത, അതായത് ആദ്യഘട്ടത്തിൽ തന്നെ തുടങ്ങിയിട്ടുള്ള തെരച്ചിലിന് താമസം നേരിട്ടതും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ പറ്റത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മുഴുവനും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രുതി എന്ന പെൺകുട്ടിയുടെ എന്താ പറയുക പ്രതിശ്രുത വരൻ ഒരു എന്താ പറയുക ഒരു വാഹനം തട്ടി മരിക്കാനിടയായി. സ്വാഭാവികമായിട്ടും അതൊക്കെ അമിത സ്പീഡിൽ പോയി, അതിൻ്റെ റോങ് സൈഡിൽ പോയി. സ്വാഭാവികമായിട്ടും അതിശക്തമായ മഴയുള്ള സമയം, റോഡിൽ വഴുക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മളോട് ചില കാര്യങ്ങളൊക്കെ ദൈവം പറയുന്നുണ്ടല്ലോ. നമുക്ക് എന്താ പറയുക, നമുക്ക് എല്ലാം തന്നിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും തന്നിട്ട് ബുദ്ധിയും തന്നിട്ടുള്ളത് എന്തിനാണ്? ഒരു ജീവി പോയിട്ടാണ്, ഒരു പൂച്ച പോയിട്ടാണ്, ഒരു നായ പോയിട്ടാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ പറ്റും അങ്ങനെ അവ പോയിപ്പെടുന്നില്ല. കാരണം അവർക്ക് ദൈവികമായ ഒരു സുരക്ഷിതത്വമുണ്ട്. മനുഷ്യരെ സംബന്ധിച്ച് ദൈവികമായ സുരക്ഷിതത്വം ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് ചില സംവിധാനങ്ങളും ബുദ്ധികളും കൈകാലുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും കരത്തിലാക്കാൻ കഴിവുള്ള, വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാ കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാലിലായ ചതീശൻ എന്നാണ്. അപ്പോൾ എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അനുകൂലമായ രീതിയിലാണ് പെരുമാറേണ്ടത്. ബുദ്ധിപൂർവമാണ് സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത്.
അതല്ലാതെ ഇപ്പോൾ പ്രവാചകൻ പറയാറുള്ള ഒരു വാക്കുണ്ട്, വീട്ടിൽ അപകടം വരാതിരിക്കാൻ വേണ്ടി രാത്രിയിൽ പെണ്ണുങ്ങളോട് പറയും അടുപ്പിൽ ലേശം വെള്ളം ഒഴിച്ച് കിടക്കൂ എന്ന്. എന്തിനാണത്? അപകടം നമ്മളായിട്ട് വരുത്തി വെക്കരുത് എന്ന് പറഞ്ഞാൽ അതുപോലെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതുമുണ്ട്. തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തോടുള്ള ആ പ്രാർത്ഥനയുടെ ഫലമായി അർജുനന് കിട്ടുന്നതിന് ഒരുപക്ഷെ ഈ ഡ്രഡ്ജർ ഇതുവരെ കിട്ടാതിരുന്നത് ഇപ്പോൾ കിട്ടിയത്, ആ കിട്ടിയതിൻ്റെ സാഹചര്യം കൊണ്ട് ആ ഡ്രഡ്ജർ വെച്ച് എന്തു തന്നെയായാലും തെരഞ്ഞാലും ഈ ബെൻസ് ലോറിക്കകത്ത് ചിലപ്പോൾ എന്ത് തന്നെയായാലും ഒരു മിക്കവാറും 90% ഈ ഡ്രഡ്ജറിനകത്ത് എന്താ പറയുക ഈ ലോറിക്കകത്ത് സജ്ജീകരണങ്ങളുണ്ട്. ചിലപ്പോൾ അത് മാസങ്ങളോളം കഴിഞ്ഞുകൂടാനുള്ള ഓക്സിജനും ഭക്ഷണവും ഒക്കെ ആ ലോറിക്കകത്ത് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന് കഴിവുള്ള ഒരു ബെൻസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ അവശ നിലയിലെങ്കിലും നമുക്ക് അർജുനെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ നേട്ടമാണ്. അത് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയാണല്ലോ ഇത്രയും ഭരണകൂടവും എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ദൈവം പരമാധികാരിയായ സർവശക്തനോട്, എല്ലാത്തിനും കഴിവുള്ളവനോട് നമ്മൾ കൈകാട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവമേ, തീർച്ചയായിട്ടും അർജുനനെ കിട്ടുന്നത് ജീവനോടുകൂടെ തന്നെ ആയിരിക്കണമേ എന്ന എല്ലാവരുടെയും പ്രാർത്ഥന തീർച്ചയായിട്ടും ദൈവം ഒരിക്കലും അത് തള്ളിക്കളയുകയില്ല, സാഹചര്യങ്ങളുടെ എന്തിൻ്റെ അടിസ്ഥാനത്തിലായാലും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും അദ്ദേഹത്തെ സർവശക്തനായ ദൈവമേ അല്ലാഹുവേ, നീ യാതൊരു പ്രയാസവും കൂടാതെ ഞങ്ങളുടെ പ്രതീക്ഷകളെ സഫലമാക്കി അർജുനനെ കിട്ടുകയും അർജുനന്റെ കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും ആശ്വാസമുണ്ടാകത്തക്ക രീതിയിൽ പടച്ചവനെ അല്ലാഹുവേ, നീ അർജുനനെ ലഭിക്കുമാറാക്കണമേ. നിനക്ക് കഴിവുകളുള്ളവനാണ്, എല്ലാത്തിനും സർവശക്തിയുള്ളവനാണ്. അല്ലാഹുവേ, നിന്നോട് കേഴ്ന്ന് താഴ്ന്ന് പറഞ്ഞുകൊണ്ട് അതാ നീ പഠിപ്പിച്ചിട്ടുള്ളതനുസരിച്ച് നിന്നോട് ഞങ്ങൾ കൈകാട്ടുന്നു. ആ കൈകളെ തട്ടിമാറ്റുന്നതിന് തീർച്ചയായിട്ടും നീ ലജ്ജയുള്ളവനാണെന്ന് പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ കൈകളെ നീ തട്ടിമാറ്റരുതേ അല്ലാഹുവേ. അല്ലാഹുമ്മ ലാ തറുദ്ദന്നാ ഖായിബീൻ, അല്ലാഹുമ്മ ലാ തറുദ്ദന്നാ ഖായിബീൻ, അല്ലാഹുമ്മ ലാ തറുദ്ദന്നാ ഖായിബീൻ.